നിങ്ങൾ ഒരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോൺ ചാർജ് തീർന്ന് ഓഫായി പോകുന്നത് പലപ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവർ പർച്ചേസ് ചെയ്തിരിക്കേണ്ട ഒരു ഗാഡ്ജറ്റാണ് ഈ കീ ചെയിൻ ചാർജർ. 1600 mAh ആണ് ഈ ഒരു ചാർജറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഇത് ജസ്റ്റ് നിങ്ങളുടെ കീയുടെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഐഫോൺ ചാർജ് ഇല്ലാതെ ചത്തുപോയി. അങ്ങനെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു കീ ചെയിൻ ചാർജറിൻ്റെ ബട്ടൺ ഇങ്ങനെ മേളിലേക്ക് ആക്കുക. അപ്പോൾ ലൈറ്റ്നിങ് പോർട്ട് അവിടെ വരും. എന്നിട്ട് നിങ്ങളുടെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐഫോൺ ചാർജ് ആവും. നിങ്ങൾക്ക് ഓഫായി പോയ ഫോണിനെ ഒന്ന് ഓൺ ആക്കി 2-3 കോളുകൾ ചെയ്യാനായിട്ടുള്ള ചാർജ് ഇതിനകത്തുണ്ടാവും. 1600 mAh 399 രൂപയാണ് ആമസോണിലെ പ്രൈസ്. ഇതേപോലത്തെ നിങ്ങളുടെ ലൈഫിനെ രക്ഷിക്കാൻ പറ്റുന്ന 5 ഗാഡ്ജറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാം. അടുത്തത് സെബ്രോണിക്സിൻ്റെ ഒരു ഐറ്റമാണ്. ഇത് ആക്ച്വലി പല യൂട്യൂബേഴ്സും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആമസോണിലുണ്ടെങ്കിലും പലരും ഇഗ്നോർ ചെയ്ത് കളഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. കാണുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ട കാര്യം ടൈപ്പ് റൈറ്ററിൻ്റെ മോഡലിലാണ് ഇതിൻ്റെ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പീക്കർ ഓൺ ആക്കാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള നടുക്കുള്ള ബട്ടണിലൊന്ന് ഹോൾഡ് പ്രസ് ചെയ്യുക. ഇതൊന്നും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സൂപ്പറാണ്. കിടിലം ലൈറ്റുകളുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, പല ഫാഷനിൽ പല ഡിസൈനിൽ പൂക്കളം എഫക്റ്റ്, നിറം മാറുന്ന എഫക്റ്റ്, കളകളം എഫക്റ്റ് എല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് ഓരോ മോഡുകളും നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാം. FM മോഡ്, ബ്ലൂടൂത്ത് മോഡ്, അതുപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഒരു ബട്ടണും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു പാട്ട് പ്ലേ ചെയ്താലോ? കമോൺ. അപ്പോൾ നമ്മുടെ സെബ് ബോംബ് 20 കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാട്ട്, കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പാട്ട് പ്ലേ ചെയ്യാം. ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഒരു എബോ ആവറേജ് ക്വാളിറ്റി എന്നേ പറയുള്ളൂ. ബേസ് ഒക്കെ കൊണ്ട് ലൈക്ക് ടോൺ ക്വാളിറ്റി അത്ര പ്രീമിയം ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ 1498 രൂപയ്ക്ക് വർത്ത് പ്രോഡക്റ്റ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നത്തിങ് അടുത്ത സ്പീക്കറായിട്ട് അവർ ഇറക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിനകത്തുള്ള എല്ലാ പരിപാടിയും കാണാൻ പറ്റും. അതിനകത്തുള്ള മാഗ്നറ്റും ഗിഡിബിഡീസും വയേഴ്സും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡെസ്കിൽ വെച്ച ഒരു നല്ല എസ്തറ്റിക് കിട്ടും. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് ടോൺ ക്വാളിറ്റി അത്ര പ്രീമിയം ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പാട്ടൊക്കെ പ്ലേ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി ഇൻ കേസ് നിങ്ങൾക്ക് ലൈറ്റ് ഇഷ്ടപ്പെട്ടില്ല, എസ്തറ്റിക് പോരാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. അടുത്ത് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒരു പേനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേനയും കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് പേനയായിട്ട് എഴുതാൻ പറ്റും. സാധനങ്ങളൊക്കെ എഴുതാം, തുണ്ടെഴുതാം, പലതും എഴുതാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ പുറകു വശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു എസ് പെന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. എഡിറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വരയ്ക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ല സെൻസിറ്റീവുമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ യൂട്യൂബ് ഈ പേന വെച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിക്കിംഗ് ഒക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ട് തന്നെ ഉണ്ട്. ഭയങ്കര റെസ്പോൺസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 ഫീച്ചർ അല്ലാതെ ഇനിയും ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തൊരു റൂളറുണ്ട്. അതായത് നമ്മുടെ സ്കെയില്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് അളന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 7 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഫോണിൻ്റെ പാതി. അതുപോലെ നിങ്ങൾക്ക് ഇഞ്ചും കാണാൻ പറ്റും. 3 ഇഞ്ചാണ് നമ്മുടെ ഫോണിൻ്റെ പാതി. അതായത് 6.7 ഇഞ്ച് എന്തോ ആണ് ഫോണിൻ്റെ സ്ക്രീന്. അപ്പോൾ നിങ്ങൾക്കൊരു 3 ഇഞ്ച് ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനിയും നമുക്ക് ഇതിനകത്തൊരു ഫീച്ചറുണ്ട്. അതായത് ഇതിൻ്റെ പുറകു വശം നമ്മളിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ. അതിനകത്ത് 2 പിന്നുണ്ട്, സ്റ്റാറും അതുപോലെ തന്നെ സിംഗിൾ സൈഡും. നിങ്ങൾക്കിത് ഏത് വേണമെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രൂസ് മുറുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ തലയ്ക്ക് സ്ക്രൂ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് മുറുക്കാം. ഫൈനലായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചർ ലെവലർ. ഡെസ്ക് ലെവലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ലെവലാണോ എന്ന് അറിയാനായിട്ടുള്ള ബബിൾ ലെവൽ നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് 300 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, LED റീചാർജബിൾ കീ ചെയിൻ ലൈറ്റ്. വായിക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പേരാണെങ്കിലും സാധനം ഭയങ്കര നൈസാണ്. ഇതാണ് സാധനം. കാണുന്ന സമയത്ത് എന്തോ ആരെ എറിയാനൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒന്നാമത്തെ നമ്മുടെ ഫീച്ചർ, ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. ഞാൻ ആ ലൈറ്റ് ഒന്ന് ഓണാക്കി തരാം.
ഒരിക്കലും ഒരു ടിപ്പ് തരാം, ഈ സാധനം കിട്ടിയ ഉടനെ കണ്ണിലോട്ട് വെച്ചിട്ട് ലൈറ്റ് ഓൺ ആക്കരുത്, കണ്ണടിച്ച് പോകും. നോക്കിയേ എന്ത് ബ്രൈറ്റാണെന്ന് നോക്കിയാൽ, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇത്രയും ചെറിയ സാധനത്തിൽ നിന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ഒരു ടിപ്പ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തരാം, കണ്ണിൽ അടിക്കരുത്. ലൈക്ക് ശത്രുക്കളുടെ കണ്ണിൽ പോലും അടിക്കരുത്, വെറുതെ കളിക്ക് പോലും അടിച്ച് പരീക്ഷിക്കരുത്. ഒന്നുകൂടി നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂൾ ലൈറ്റായിട്ട് ഉപയോഗിക്കാം, വാം ലൈറ്റായിട്ട് ഉപയോഗിക്കാം. വീണ്ടും ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ കളർ മാറ്റാം, നമുക്ക് റെഡ് കളർ കിട്ടുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ രാത്രി നടന്നൊക്കെ പോവാണ്, ആ സമയത്ത് നിങ്ങൾ നടന്നു പോവുകയാണെന്ന് നാട്ടുകാരെ അറിയിക്കാനായിട്ട് ഈ മിന്നുന്ന സാധനം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ പുറകിലായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് വെച്ച് സൈക്കിളിൻ്റെ പുറകിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് മിന്നിക്കൊണ്ടിരിക്കും, പ്ലിങ് പ്ലിങ് പ്ലിങ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സി പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ടൈപ്പ് സി കണക്ടർ യൂസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തും സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ സാധനത്തിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്രൂ ഡ്രൈവർ കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രൂ എടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രൂ വല്ലതൊക്കെ മുറുക്കാനോ അല്ലെങ്കിൽ ഊരാനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് സോഡ ബോട്ടിലൊക്കെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ഓപ്പണർ ഉണ്ട്, അത് വെച്ച് ബോട്ടിൽ ഓപ്പണർ ആക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, നിങ്ങളൊരു സാധനമൊക്കെ അടിക്കുമ്പം ഒന്ന് വലിക്കുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ അമർത്തപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു കോയിൽ പഴുത്ത് വരുന്നത് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ സിഗരറ്റൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ സിഗരറ്റ് കത്തിക്കാം. അതിന് കൂടെ തന്നെ ടച്ചിങ്സിനായിട്ട് നിങ്ങൾ മിച്ചർ വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ അത് കടിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ ഇടയിലോട്ട് ആ ഒരു പാക്കറ്റ് കയറ്റിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി, ഓപ്പണായി വരും. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം. ഫൈനലായിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ് സ്ക്രീൻ ടോപ്പ് ഷെൽഫ്. നിങ്ങളുടെ ടി വിയോ മോണിറ്ററിൻ്റെയൊക്കെ മേളിലായിട്ട് വെക്കാനോ അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ തൊട്ട് താഴെയൊക്കെ ഭയങ്കര മെസ്സായിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡെസ്ക്കായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ടി വിയുടെ മണ്ടയ്ക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ മോണിറ്റർ. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആംഗിളിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ മോണിറ്ററിൻ്റെ മേളിലായിട്ട് ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഒരു ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വക സാധനങ്ങളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും ഉപയോഗമുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒട്ടും സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ നിങ്ങളുടെ ടി വിക്കൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഗോമ് പറഞ്ഞു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ട് സിമെൻറ്റ് കട്ടയിൽ നിന്ന് കൊണ്ട് വെക്കരുത്. സെറ്റ് ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ റിമോട്ടോ കാര്യങ്ങളോ ഒക്കെ മാത്രമേ ഇതിനകത്ത് വെക്കാവൂ. അപ്പോൾ ഇത്രയാണ് ആമസോണിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്തിരിക്കേണ്ട 5 ഗാഡ്ജറ്റുകൾ. ഗാഡ്ജറ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ, ലവ് യു.